ഹലോ ഗൈസ്, 2024 തുടക്കത്തിൽ തന്നെ റിലീസായ വൺ ഓഫ് ദ ബെസ്റ്റ് സർവൈവൽ ത്രില്ലർ മൂവി അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. സിനിമയുടെ പേര് ദ സൊസൈറ്റി ഓഫ് ദ സ്നോ. ഇതിനോടകം തന്നെ ഈ സിനിമ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, പക്ഷേ കാണാത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. അത്ര ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. സോ എസ്പെഷ്യലി സിനിമയിലുള്ള മേക്കിംഗ് ആയിരുന്നാലും സിനിമയുടെ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നാലും എല്ലാം അടിപൊളിയാണ്. ഒരു രക്ഷയില്ലാത്ത പടം. ഓക്കെ, എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേറൊന്നുമല്ല, ഈ സിനിമയിലുള്ള പ്ലെയിൻ ക്രാഷിംഗ് സീക്വൻസ് ആണ്. സോ ഇതിൽ പ്ലെയിൻ ക്രാഷ് ആവുന്ന ഒരു സീക്വൻസ് ഉണ്ട്. സോ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയിൻ ക്രാഷ് സീക്വൻസ് എവർ. അത്ര ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ കണ്ടു നോക്കി, ഈ സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നു കേട്ടോ. സിനിമയുടെ ഒരു വൺ ലൈൻ സ്റ്റോറി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പ്ലെയിൻ ക്രാഷിൽ കുറച്ച് പാസഞ്ചേഴ്സ് ഒരു മഞ്ഞുമലയിൽ വീഴുന്ന സമയത്ത് ആ പാസഞ്ചേഴ്സ് കുറേ പേരുമായിരിക്കും, എന്നാൽ രക്ഷപ്പെടുന്ന കുറച്ച് പേരുണ്ട്. സോ ഇവരവിടെ സർവൈവ് ചെയ്യുന്നതാണ് ഈ ഒരു സിനിമയുടെ മെയിൻ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അവിടെ ഫുഡ് പോലും കിട്ടാതെ അവർ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, അവസാനം അവർ എന്താണ് ഫുഡിന് വേണ്ടിയിട്ട് കഴിക്കുന്നത്. സോ ഇങ്ങനത്തെ പല ഗംഭീരമായിട്ടുള്ള സീക്വൻസൊക്കെ ഉള്ള ഒരു നല്ല കിടില സിനിമയാണ്. പിന്നെ അതുമാത്രമല്ല, ഇത് റിയൽ ലൈഫ് സ്റ്റോറിയും കൂടെയാണ് കേട്ടോ. റിയൽ ആയിട്ട് 1979 2 അറിയത്തില്ല നടന്നിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയാണിത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു സിനിമ ചെയ്തിട്ടുള്ളത്. എന്തായാലും അവർ അന്ന് അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് ഈ സിനിമയിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കിടില സിനിമയാണ് ദ സൊസൈറ്റി ഓഫ് ദ സ്നോ. കാണാത്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കാണുക. സിനിമയിൽ അഭിനയിക്കുന്നവരുടെ കാര്യം, അവർ സത്യം പറഞ്ഞാൽ സിനിമയിലൂടെ ജീവിക്കുകയായിരുന്നു. അത്ര ഗംഭീരമായിട്ട് തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. സോ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. എന്തായിരുന്നാലും സിനിമ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെക്കാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കും. എന്താണ് ഈ നടക്കാൻ പോണേ അത്രയുള്ള എക്സൈറ്റ്മെൻറ്റോടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. സോ അവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, അവരെന്ന് അനുഭവിച്ച കാര്യങ്ങൾ. സോ ഗൈസ്, ഒരു ബെസ്റ്റ് സർവൈവൽ മൂവി നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മറക്കാതെ നിങ്ങൾ ഈ സിനിമ കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെടും. അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കിടില സിനിമയാണ്. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇനി അഥവാ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളും വന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ഓക്കെ ഗൈസ്, ബൈ.